ഹൈ അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് സോയാബീൻ വെച്ചൊരു തോരൻ ഉണ്ടാക്കാൻ. സോയാബീൻ കഴുകി തിളച്ച വെള്ളത്തിലിട്ട് അടച്ചൊന്ന് ഒരു മിനിറ്റ് വേവിക്കുക. അതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ച് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് കറിവേപ്പില ഇടാം. അതിന് ശേഷം നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നമുക്കതിലോട്ട് ഇടാം. ഇട്ടതിന് ശേഷം ഒന്ന് വഴട്ടി എടുക്കണം. നല്ല അങ്ങ് വഴട്ടി എടുക്കണ്ട, ചെറിയ രീതി ഒന്ന് ഉള്ളിയുടെ കളറ് മാറുന്ന രീതിയിൽ നമുക്കൊന്ന് വഴട്ടിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് വാടി വരും. നമ്മൾ ഈ വാടുന്ന നേരം കൊണ്ട് ഞാൻ ഇച്ചിരി മല്ലിയില അരിഞ്ഞ് മാറ്റി വെച്ച് കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. പിന്നെ അതിലോട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഗരം മസാല ഇച്ചിരി ഇട്ട് അത് നമ്മൾ എന്നിട്ട് ഇതിനെ വഴട്ടിയെടുക്കാം. നല്ല ഒന്ന് ചെറിയ രീതിയിൽ ആ മസാലകളെയൊക്കെ ഒന്ന് മണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊന്ന് കരിയുന്നതിന് മുമ്പായിട്ട് തീ കുറച്ച് വെച്ചേക്കണം. അതിനകത്തോട്ട് നമുക്ക് സോയാബീൻ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് മുട്ട 2 പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് ഞാൻ ഒഴിച്ചത്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ല ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഈ സോയാബീൻ നമ്മൾ മാറ്റി വെച്ചാൽ അതും കൂടി ഇട്ടൊന്ന് ഇതിൽ ആ വെള്ളമയം എല്ലാം ഒന്ന് പറ്റി, പിന്നെ ലാസ്റ്റ് മുറിച്ച് മല്ലിയിലയും മുളകിൻ്റെ പൊടിയും കൂടി ഇടണം. ഇട്ട് നല്ല നമുക്ക് വഴട്ടിയെടുക്കാം. പിന്നെ ഞാൻ ഇന്നൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. മക്കൾക്ക് പൊതിച്ചോറ് വേണമെന്നും പറഞ്ഞ് ഞാൻ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയതാണ്. അതിലോട്ട് ഞാൻ ഈ സോയാബീൻ്റെ ഇതും വെച്ച് ചമ്മന്തി, മുട്ട, പിന്നെ 2 വറുത്ത മുളക് വെച്ചു, പപ്പടം വെച്ച്, ഇത്രയാണ് ഇന്നത്തെ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം നിങ്ങളാണ്. ഇതാണ് എൻ്റെ മോൻ. അവൻ കഴിച്ചിട്ട് മോൻ കൊള്ളാമെന്നാണ് പറഞ്ഞത്. അവനിങ്ങനെ പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എപ്പോഴും പറയും.